ഹായ് ഹലോ എല്ലാവർക്കും ഐറൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കൻ പിസ്സ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ വാം വാട്ടർ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്കൊരു 2 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് പൊടിയായിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കട്ടയൊന്നും കൂടാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഇതൊരു 15 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വരും. നമുക്ക് ഒരു 15 മിനിറ്റിന് ശേഷം ഇത് നോക്കാം. ഇപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഈ ഒരു മിശ്രിതം നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സയ്ക്കുള്ള ആ ഒരു മാവ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദ മാവ് നമുക്ക് 2 പിസ്സ ഉണ്ടാക്കാൻ പറ്റും. ചെറിയ പിസ്സ ആണെങ്കിൽ 2 പിസ്സ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അളവാണ്. 240 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഈസ്റ്റിൻ്റെ ലായനി കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു 5 to 10 മിനിറ്റ് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി റെഡിയാക്കുക. കാരണം ഇത് കൂടുതൽ സമയം നമ്മൾ മാവ് കുഴയ്ക്കുന്നതിനനുസരിച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് കുറച്ചായിട്ട് ഈ ഒരു ലൈന് തന്നെ കുറച്ചായിട്ട് ഈ ഒരു വെള്ളം തന്നെ ഈസ്റ്റിൻ്റെ വെള്ളം തന്നെ ഒഴിച്ച് കുറച്ചായിട്ട് ഒഴിച്ചാണ് നന്നായിട്ടിത് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മാവ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. നമുക്ക് കുറച്ച് ഓയിൽ എടുക്കാം. അതായത് സൺഫ്ലവർ ഓയിലാണ്. വെജിറ്റബിൾ ഓയിലോ വേറെ ഓയിലൊന്നും എടുക്കണ്ട. ഒന്നെങ്കിൽ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലീവ് ഓയിൽ, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. ഞാനിപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഈ ഒരു പാത്രത്തിലും തടകി ഈ ഒരു മാവിൻ്റെ മുകളിലും തടവുന്നത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഒരു കവർ വെച്ചിട്ട് ഇത് നന്നായിട്ട് മൂടിക്കൊടുക്കാം. ഇതൊരു 1 hour അല്ലെങ്കിൽ 2 hour ആണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത്. നമ്മുടെ തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ 2 hour വെക്കേണ്ടി വരും. അല്ലെങ്കിൽ ചൂടുള്ള പ്രദേശമാണെങ്കിൽ 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മാവ് പൊന്തി വരും. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഡ്രൈ ചില്ലി പൊടിച്ചെടുത്തത്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കട്ട തൈര് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് ഓയിലാണ്. ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ, വേറെ വെജിറ്റബിൾ ഓയിലോ വേറെ ഓയിലുകളൊന്നും ചേർത്തുകൂടാ. അപ്പോൾ അതും കൂടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്. പിന്നീട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചിക്കനാണ്. ബോൺലെസ് ചിക്കൻ കുറച്ച് ആണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസാക്കി നന്നായിട്ട് കഴുകി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി വെച്ചിരിക്കുവാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ ഈ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കുക. അപ്പോൾ നമുക്ക് ഇതും ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇതും ഒന്ന് ഒരു ഫ്രൈങ് പാനിൽ ഫ്രൈ ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാൻ വെക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും വേണ്ട, വളരെ കുറച്ച് ഓയിലിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ ആയിട്ട് നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ചെറിയ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആക്കിയിട്ട് ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട. ഒരു മീഡിയം ലെവലിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാ ചിക്കനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും.
ഈ ഒരു രീതിയിൽ നമുക്കിത് ഫ്രൈ ചെയ്തേക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ മാവ് എന്തായെന്ന് നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഇതാ നമ്മുടെ പിസ്സയ്ക്കുള്ള മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് 1 മണിക്കൂറാണ് ഞാനിത് വെച്ചത്. കറക്റ്റ് ചൂടുള്ള ഒരു പ്രദേശം ആയതുകൊണ്ട്, ചൂടുള്ള സ്ഥലം ആയതുകൊണ്ട് 1 മണിക്കൂർ മാത്രം വെക്കേണ്ട ആവശ്യമേ വന്നിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കുക. കറക്റ്റ് ഒരു പകുതി മാവ്, ഇതിപ്പോൾ 2 പിസ്സ ഉണ്ടാക്കാനുള്ള മാവാണ് ഞാൻ എടുത്തത്. അപ്പോൾ പകുതി മാവ് ഇതേപോലെ തന്നെ അടച്ച് നമുക്ക് മാറ്റി വെക്കാം. പകുതി മാവിലാണ് നമ്മൾ ഒരു പിസ്സ ചെയ്യുന്നത്. നമുക്ക് പിസ്സ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിന്നാണ്, ഒരു പാത്രമാണിത്. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം സൺഫ്ലവർ ഓയിൽ ഒന്ന് പുരട്ടിയതിന് ശേഷം ഒരല്പം മൈദാമാവിൻ്റെ പൊടി തന്നെ ഞാനൊന്ന് വിതറിയിട്ട് ഈ പകുതി മാവ് ഇതിലേക്ക് വെച്ച് ഇങ്ങനെ കൈകൊണ്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ട് ചപ്പാത്തിയുടെ ആ ഒരു കമ്പ് വെച്ചിട്ട് പരത്തിയാണെങ്കിലും എടുക്കാം. പരത്തിയിട്ട് ഇതിൽ വെച്ചാൽ മതിയാവും. അതിനേക്കാളും ഈസി ഇത് തന്നെയാണ്. ഇതിൽ തന്നെ വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാം, മൈദാമാവ് ആയതുകൊണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വെക്കാം. ആ ഒരു 10 മിനിറ്റ് കൊണ്ട് കുറച്ചും കൂടി ഈ മാവൊന്ന് പൊങ്ങി വരും. ആ ഒരു ടൈമിൽ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി വെക്കാം. അപ്പോൾ ഞാൻ പിസ്സ സോസാണിത്. പിസ്സ സോസ് ഓൾറെഡി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുവാണ്. അത് ഞാൻ ആ ഒരു വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഞാൻ ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മൊസറല്ല ചീസാണ്. മൊസറല്ല ചീസ് മിൽക്കി മിസ്റ്റിൻ്റെ ചീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ചീസ് സ്ലൈസും നമുക്ക് നിർബന്ധമില്ല, ഞാൻ പിന്നെ കുറച്ച് ചേർക്കുന്നു എന്ന് മാത്രം. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് വേണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ ക്യാപ്സിക്കം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു ചെറിയ തക്കാളി, പിന്നെ ഒരു പകുതി സവാള സ്ലൈസ് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ക്യാപ്സിക്കം എടുക്കാം, വേറെ വെജിറ്റബിൾസൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് മാത്രമാണ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതും. അപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും വീണ്ടും ഈ ഒരു മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുറച്ച് കുത്തിട്ട് കൊടുക്കാം. കാരണം ഇത് ഓവറായിട്ട് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സോയാ സോസ് ചേർത്ത് നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ സോയാ സോസിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഹോം മെയ്ഡ് സോയാ സോസാണ്, ഈസിയാണ്, പെട്ടെന്ന് തന്നെ നമുക്കിത് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നീട് നമ്മുടെ ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇത് വേണമെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. പിന്നെ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊസറല്ല ചീസ് കൂടി നല്ല രീതിയിൽ കുറച്ച് കൂടുതലായിട്ട് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ സ്ഥലത്തും ഇത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ചീസിൻ്റെ സ്ലൈസ് ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് ഇതേപോലെ കട്ട് ചെയ്ത് മുറിച്ചതിൻ്റെ അകത്ത് എല്ലാത്തിലും ഒന്ന് മിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ വെജിറ്റബിൾസായ ക്യാപ്സിക്കം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ബ്ലാക്ക് ഒലീവാണ്. ബ്ലാക്ക് ഒലീവ് എൻ്റെ അടുത്ത് അധികം ഇല്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളായിരുന്നു. അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ എല്ലാ ഒരു സൈഡിലും ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ രീതിയിൽ തന്നെ ചിക്കൻ അരിഞ്ഞ് വേണം ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ആ ഒരു ചിക്കൻ ഒക്കെ കടിക്കുമ്പോഴത്തേക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുക.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരല്പം മൊസറല്ല ചീസ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അല്പം ഓയിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ കൂടി, അതായത് സൺഫ്ലവർ ഓയിലാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓവൻ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് 10 മിനിറ്റ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് അത് പ്രീഹീറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഈ പിസ്സയുടെ പാത്രം വെച്ച് കൊടുക്കാം. ചൂടൊന്നും കയ്യിൽ തട്ടാതെ തന്നെ നോക്കി വേണം വെച്ച് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് ടൈം സെറ്റ് ചെയ്യേണ്ടത് 150 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാനിത് വെക്കുന്നത്. 150 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ ആ ഒരു വേവുന്ന ആ ഒരു ഇത് മുകളിൽ മാത്രമാണ് വെക്കേണ്ടത്. പിന്നെ ഒരു 10 to 15 മിനിറ്റാണ്. 15 മിനിറ്റ് ഒന്നും വേണ്ട, 15 മിനിറ്റിന് അകത്ത് തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. എന്നാലും ഞാനൊരു 15 മിനിറ്റ് അടുപ്പിച്ച് വെക്കുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഇടയ്ക്ക് നോക്കാം, ഓപ്പണാക്കി നോക്കിയിട്ട് വെന്തെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് നമുക്ക് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു 13 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിതൊന്ന് എടുത്ത് നോക്കുവാണ്. നമ്മുടെ ചീസൊക്കെ, മൊസറല്ല ചീസൊക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ചെറിയ ഒരു ചൂട് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിയ ശേഷം ആണ് ഞാനിതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. നല്ല ചൂടോട് കൂടി തന്നെയാണ് ഇത് കഴിക്കേണ്ടത്. പിസ്സ നല്ല ചൂടോട് കൂടി കഴിച്ചാലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. തണുത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പിസ്സേൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ പിസ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചിക്കൻ പിസ്സ. നിങ്ങൾക്ക് വെജ് പിസ്സ ചെയ്യാം, മഷ്റൂം പിസ്സ ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ചിക്കൻ ഉള്ളത് കൊണ്ട് ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ലുക്കായിട്ട് തന്നെ, കാണുമ്പോൾ തന്നെയും നല്ല അടിപൊളിയായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റും വളരെ അടിപൊളിയായിരിക്കും. ഇതിപ്പം ഒരു പിസ്സയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു പിസ്സയ്ക്കുള്ള മാവും കൂടി ഉണ്ട്. അതും ഇതേപോലെ തന്നെ സെയിം രീതിയിൽ ഞാനിത് അതും റെഡിയാക്കി എടുക്കും. എല്ലാവരും അപ്പോൾ ഈ ഒരു പിസ്സ തയ്യാറാക്കി നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻറ്റിൽ അറിയിക്കുക. നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.